ഇന്നലെ രാത്രി ന്യൂയോർക്കിൽ നടന്ന ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം. അതായിരുന്നു ഇന്നലത്തെ T20 മാച്ച്. ടോസ് കിട്ടിയ പാകിസ്ഥാൻ ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനമെടുത്തു. ബൗളിംഗ് പിച്ചായിരുന്നിട്ടും ആത്മവിശ്വാസത്തോടെ രോഹിത്തും കോഹ്ലിയും ഓപ്പണിങ്ങിന് ഇറങ്ങി. തുടക്കത്തിലെ വലിയ സ്കോർ അടിച്ചുകൂട്ടാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയ അവർ ആദ്യ ഓവറിൽ തന്നെ ബൗണ്ടറി കടത്തി തുടങ്ങി. അപ്പോൾ മഴ വില്ലനായി എത്തി. മഴ കഴിഞ്ഞു വന്ന് അതുപോലെ തന്നെ വലിയ ബൗണ്ടറികൾക്ക് ശ്രമിക്കുമ്പോഴേക്കും 4 റണ്ണുമായി കോഹ്ലിയുടെ വിക്കറ്റ് വീണു. അധികം വൈകാതെ തന്നെ രോഹിത്തിന്റെയും. പിന്നെ ഇറങ്ങിയവരെല്ലാം കൂറ്റൻ അടികൾക്ക് ശ്രമിച്ചു എങ്കിലും വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നു. ഋഷഭ് പന്തിന്റെ 42ഉം അക്സർ പട്ടേലിന്റെ 20 റണ്ണുമാണ് ഉയർന്ന റൺസ്. അവരുടെ ഇന്നിംഗ്സ് ആണ് ഇന്ത്യയെ 100 കടത്തിയത്. എങ്കിലും 19ാം ഓവറിൽ 119 റൺസുമായി ഇന്ത്യ ഓൾ ഔട്ടായി. രണ്ടാം പകുതി തുടങ്ങുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ഇന്ത്യ ജയിക്കാനുള്ള സാധ്യത 8%, പാകിസ്ഥാന് ബാക്കി 92%. അത് ശരിവെക്കുന്ന പോലെ ബൗണ്ടറികളോടെ പാകിസ്ഥാന്റെ തുടക്കം. ഓവറുകൾ കഴിഞ്ഞിട്ടും ഓപ്പണിംഗ് കൂട്ടുകെട്ട് തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. പതിയെ ആശ്വാസമായി വിക്കറ്റുകൾ വീണു തുടങ്ങി. പക്ഷേ സാമാന്യം നല്ല രീതിയിൽ തന്നെ പാകിസ്ഥാൻ റൺ റേറ്റ് നിലനിർത്തി. ഒടുവിൽ അവസാനത്തെ 2 ഓവറിൽ ആദ്യത്തെ ഓവർ എറിയാൻ വന്ന ബൂമ്ര ആദ്യ ബൗളിൽ തന്നെ വിക്കറ്റ് വീഴ്ത്തി. പിന്നെയുള്ള അവസാന ഓവറുകൾക്ക് ഡോട്ട് ബോൾസും വിക്കറ്റുകളും കൊണ്ട് പാകിസ്ഥാന് സമ്മർദ്ദമുണ്ടാക്കി. ബൂമ്രയുടെ അവസാനത്തെയും ഇന്ത്യയുടെ 19ാമത്തെയും ആയ ഓവറോടുകൂടി പാകിസ്ഥാന് റൺ റേറ്റ് നിലനിർത്താനാവാതെ വന്നു. ജയിക്കാൻ അവസാനത്തെ 2 ബോളിൽ 2 6 വേണം എന്ന നിലയിലായി. പിന്നെയുള്ള ബോളിൽ ഷാ 6ന് ശ്രമിച്ചെങ്കിലും കോഹ്ലിയെ കടന്ന് 4 ആയി ഒതുങ്ങി. അങ്ങനെ 8% വിജയ ശതമാനത്തിൽ നിന്നും 6 റൺസിന്റെ വിജയം ഇന്ത്യ നേടി. പാകിസ്ഥാനും ഇന്ത്യയും ചേർന്ന് വളരെ മികച്ച ഒരു ത്രില്ലിംഗ് ഗെയിമാണ് കാണികൾക്ക് സമ്മാനിച്ചത്. ആദ്യ 2 കളിയും ജയിച്ച ഇന്ത്യയുടെ അടുത്ത കളി 2 കളിയും ജയിച്ച ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്ന USA